ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ തീരുമാനം 13 കരാറുകൾക്ക് അംഗീകാരം നൽകി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ആയുധങ്ങൾ വാങ്ങുന്നതിനാണ് കരാർ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് സൈന്യത്തിന്റെ ലക്ഷ്യം. വിവരങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത് ബാലകൃഷ്ണനിലേക്ക് ഉടനെ എത്തിച്ചേരാം. ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. 13 കരാറുകൾക്ക് അംഗീകാരം നൽകിയിരിക്കുകയാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ആയുധങ്ങൾ വാങ്ങുന്നതിനാണ് കരാർ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനാണ് സൈന്യത്തിന്റെ ലക്ഷ്യം. ശ്രീജിത്ത് ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, അപ്പോൾ ലക്ഷ്യം വ്യക്തമാണ്. പഹൽഗാം പോലുള്ള ഒരു ആക്രമണങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതിന് ഇന്ത്യൻ ഇന്റലിജൻസ് സംവിധാനം വളരെ ശക്തമാക്കിയിട്ടുണ്ട്, ജാഗ്രത കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മുടെ ഈ പാകിസ്ഥാനിൽ നിന്ന് വന്ന ഡ്രോണുകളെല്ലാം അടിച്ചിട്ടത് റഷ്യൻ നിർമ്മിതമായിട്ടുള്ള S-400 ആണ്. അതുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പ്രതിരോധ ആയുധങ്ങൾ ഇന്ത്യൻ സേനയുടെ കരുത്താണ്. അപ്പോൾ ഏതെല്ലാം കാറ്റഗറിയിലുള്ള ആയുധങ്ങൾ വാങ്ങാനാണ് അല്ലെങ്കിൽ അത് നിർമ്മിക്കാനാണ് തീരുമാനം? എന്തൊക്കെയാണ് വിവരങ്ങൾ? ബിനിൽ, ഏതാണ്ട് 2000 കോടിയുടെ പദ്ധതികൾക്കാണ് 13 കരാറുകൾക്കാണ് പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകിയിട്ടുള്ളത്. ബിനിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ, അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ ഒന്നുകൂടി ജാഗ്രത പാലിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇപ്പോൾ കാണുന്നത്. ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആകാശത്ത് കൂടുതലായും, അത് ഞാനൊന്ന് വായിക്കാം എന്തൊക്കെയാണ് നമ്മൾ വാങ്ങാൻ പോകുന്നു എന്നുള്ളത്. അതായത് ഇൻ്റഗ്രേറ്റഡ് ഡ്രോൺ ഡിറ്റക്ഷൻ ആൻഡ് ആൻറ്റി ഇൻ്റർ ഡിറ്റക്ഷൻ സിസ്റ്റംസ്, അതായത് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള എല്ലാ സംവിധാനങ്ങളും കണ്ടെത്താനും തിരിച്ചാക്രമിക്കാനുമുള്ള സംവിധാനങ്ങൾ. അതോടൊപ്പം തന്നെ ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റഡാറുകൾ, ഇതേ സംവിധാനം തന്നെ ആകാശത്തുള്ള ആകാശത്ത് ഇന്ത്യയെ നേരിടാൻ വരുന്ന എല്ലാ മിസൈൽ സംവിധാനങ്ങളെയും കണ്ടെത്താനുള്ള റഡാറുകൾ വാങ്ങാനുള്ള തീരുമാനം. ഒപ്പം തന്നെ വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റംസ്, അതുമാത്രമല്ല നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ചെറുതും ദീർഘദൂരവുമായ സംവിധാനങ്ങൾ കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ. ഒപ്പം തന്നെ റിമോട്ട് പൈലറ്റഡ് ഏരിയൽ വെഹിക്കിളുകൾ, ഈ മേഖലയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഏരിയൽ വെഹിക്കിളുകൾ കൂടി വാങ്ങാൻ പോകുന്നു. ഒപ്പം തന്നെ വെർട്ടിക്കൽ ടേക്ക് ഓഫ് ലാൻഡിംഗ് സിസ്റ്റം, അത് ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ടൊന്നും ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ഭാവിയിൽ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന, ചൈനയുമായി അതിർത്തി പങ്കിടുന്ന മേഖലയിലേക്കാണ് വാങ്ങുന്നത്. ഒപ്പം തന്നെ ലോഞ്ചറുകളും മിസൈലുകളും വാങ്ങാനും ഉണ്ട്. അതിനൊപ്പം തന്നെ സാധാരണഗതിയിൽ ഏത് പ്രതിരോധ കരാറിൻ്റെയും ഭാഗമാണ് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളും ബാലിസ്റ്റിക് ഹെൽമറ്റുകളും ക്വിക്ക് റിയാക്ഷൻ ഫൈറ്റിംഗ് വെഹിക്കിൾസും ഒപ്പം തന്നെ റൈഫിളുകൾക്കുള്ള ഹെവി മീഡിയം രാത്രി കാഴ്ചകൾക്കുള്ള സംവിധാനങ്ങളും. അങ്ങനെ വളരെ വിശദമായി ആകാശത്തും കരയിലും ഒരേപോലെ പ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്താനുള്ള ഉപകരണങ്ങൾ വാങ്ങാനുള്ള 13 കരാറുകൾക്കാണ് ഇപ്പോൾ അംഗീകാരം നൽകിയിട്ടുള്ളത്. ഏതാണ്ട് 2000 കോടിയുടെ പ്രതിരോധ പദ്ധതികൾക്കാണ് അംഗീകാരം നൽകിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഇന്ത്യ കരുതുന്ന ഇന്ത്യയുടെ ജാഗ്രതയുടെ ഭാഗമായിട്ടാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി ആകാശ പ്രതിരോധ സംവിധാനത്ത് നമ്മൾ ഒരുപക്ഷെ പാകിസ്ഥാനെ നമ്മൾ നേരിട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധസമാനമായ അന്തരീക്ഷത്തിലൊക്കെ ഇസ്രായേലിൻ്റെ പല സംവിധാനങ്ങളെയും ഇറാൻ പ്രതിരോധിക്കുകയും തകർക്കുകയും ചെയ്യുന്നത് കണ്ടു. അപ്പോൾ സ്വാഭാവികമായി ഇന്ത്യയെ സംബന്ധിച്ച് ചൈനയുമായും പാകിസ്ഥാനുമായും അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ കൂടുതൽ ആകാശ സുരക്ഷാ സംവിധാനങ്ങൾ ആവശ്യമാണ് എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പുതിയ കരാറുകൾക്ക് അംഗീകാരം നൽകാനും അതുമായി ബന്ധപ്പെട്ട ആയുധങ്ങൾ വാങ്ങാനും ഇന്ത്യ തയ്യാറെടുക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആൻറ്റി ഇൻ്റർ ഡിറ്റക്ഷൻ സിസ്റ്റം, ഡ്രോൺ സിസ്റ്റംസ് വാങ്ങാനുള്ള തീരുമാനമാണ്. അതൊരു പക്ഷേ വളരെ നിർണായകമാണ്. പുതിയ കാലഘട്ടത്തിൽ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള ആകാശ യുദ്ധമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറാനും ഇസ്രായേലും അതാണ് നമ്മൾ കണ്ടുകൊണ്ടത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ടും ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള ആകാശ പ്രതിരോധ സംവിധാനമാണ് നമ്മൾ കണ്ടിരുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാറിയ കാലഘട്ടത്തിൽ യുദ്ധരീതികൾ മാറിയിരിക്കുകയാണ്. നമ്മൾ വാർ ഡിക്ലെയർ ചെയ്തിട്ടില്ല, യുദ്ധ ചട്ടങ്ങളിലേക്ക് പോയിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്നിട്ടുള്ള സംഘർഷം ആധുനിക കാലഘട്ടത്തിൽ യുദ്ധം എന്ന് വിളിക്കാവുന്ന ഒന്നാണല്ലോ. അതിൻ്റെ നിയമങ്ങൾ മറ്റൊന്നാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സ് വേറൊന്നാണെങ്കിൽ പോലും ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ട് കര മാർഗം അതിർത്തി ഇല്ലാത്ത രാജ്യങ്ങളാണ്. അപ്പോൾ അവരും നടത്തുന്ന ഒരർത്ഥത്തിൽ യുദ്ധമല്ലേ. അപ്പോൾ ആധുനിക കാലത്തെ യുദ്ധത്തെ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ആത്യന്തികമായ ലക്ഷ്യം ഇതുകൊണ്ട്, അല്ലേ? തീർച്ചയായും. അതുമാത്രമല്ല, ഈ തോക്കുകൾ, പഴയകാല യുദ്ധരീതികൾ മാറി തോക്കുകൾ ഉപയോഗിക്കുക, പീരങ്കികൾ ഉപയോഗിക്കുക, ആ കരയുദ്ധത്തിൽ നിന്ന് മാറി ആകാശവും അതുമാത്രമല്ല വലിയ സാങ്കേതികവിദ്യ ഉപയോഗിക്കുക എന്നുള്ളത് കൂടിയാണ്. ഇപ്പോൾ ഡ്രോണുകൾ ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള സാങ്കേതികവിദ്യ കൂടി വേണം. അങ്ങനെ ആ സാങ്കേതികവിദ്യക്കൊപ്പം ഡ്രോണുകൾക്കൊപ്പം പുതിയ യുദ്ധരീതികൾക്ക്, പുതിയ പ്രതിരോധ മാർഗ്ഗങ്ങൾക്ക്, പുതിയ ആക്രമണ രീതികൾക്ക് അനുസരിച്ചുള്ള ആയുധങ്ങൾ വാങ്ങുക എന്നുള്ളത് തന്നെയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. അതിനുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. എന്തായാലും ഡ്രോൺ ഉപയോഗിച്ചും അതുമാത്രമല്ല ആകാശ പ്രതിരോധവും, ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് യുദ്ധം നടത്തുമ്പോൾ അല്ലെങ്കിൽ
അല്ലെങ്കിൽ ആക്രമണം നടത്തുമ്പോൾ തന്നെ പ്രതിരോധിക്കാനുള്ള സംവിധാനവും ഇന്ത്യ കരുതുന്നുണ്ട്. ഇപ്പോൾ ഇറാനിലും ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനത്തെ ഒരുപക്ഷെ ഇറാൻ തകർക്കുന്നുണ്ട്. അങ്ങനെ തകർക്കുന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ ആയുധ നിർമ്മാണ കേന്ദ്രം കൂടിയാണ്. അവരുടെ ആയുധങ്ങളാണ് എല്ലാവരും വാങ്ങുന്നത്. അപ്പോൾ അതിനേക്കാൾ മികച്ചത് വേണം ഇന്ത്യക്ക് കൈവശം വെക്കാൻ എന്നുള്ളൊരു തോന്നലും ഇക്കാര്യത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആകാശ പ്രതിരോധ സംവിധാനത്തിൽ, ആകാശ യുദ്ധ സംവിധാനത്തിൽ, പുതിയ സാങ്കേതിക സംവിധാനത്തിൽ നിന്നുകൊണ്ടുള്ള ആയുധങ്ങൾ വാങ്ങാനാണ്, പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്താനാണ് ഇന്ത്യയുടെ തീരുമാനം. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം അതിന് അംഗീകാരം നൽകി. 13 കരാറുകളാണ് 2000 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് അംഗീകാരം നൽകിയിട്ടുള്ളത്. ബിനിൽ.